PTM പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ്. അപ്പോൾ സൈക്കിൾ കംപ്ലൈൻ്റ് ആയിരുന്നു. ഞങ്ങൾ സൈക്കിളൊക്കെ ശരിയാക്കി, ടയറൊക്കെ മാറി. ഇനിയിപ്പോൾ പതിയെ പോകാനാണ് വെച്ചിരിക്കുന്നത്. വെയിലത്ത് നിന്ന് പണിത് മടുത്തു പോയി കേട്ടോ. ഇപ്പം നല്ല തണലായി. കുഞ്ഞ് ഇന്ന് കഥയ്ക്കുന്നത് മറ്റൊന്നുമല്ല, ഇത്ര നേരം അവളെ ആ സൈഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ഉറുമ്പൊക്കെ കടിച്ച അവളെ പാവത്തിന്. അപ്പോൾ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ കിടത്തിയിരിക്കുകയാണ്. ദേഹത്തും കുറച്ച് വെള്ളം കോരി ഒഴിച്ച്. കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളുടെ യാത്ര പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ പോയ PTM എന്നുള്ളൊരു സ്ഥലമെത്തും. അവിടുന്ന് ഒരു ഗുരുദ്വാരയുണ്ട്, അവിടെ ചോദിക്കാമെന്ന് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. കുഞ്ഞിക്ക് നന്നായിട്ട് ചൂട് കംപ്ലൈൻ്റ് ആയി, കാരണം മണ്ണിലാണ് കിടത്തിയത്. മണ്ണ് നന്നായിട്ട് ചൂടായി കിടക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയാലും പെട്ടെന്ന് ഗുരുദ്വാരയിലെത്താനുള്ള പണി നോക്കുവാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:15, 6:20. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. 7-8 മണി വരെ സൂര്യനുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോകാം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. മടുത്ത് കേട്ടോ, അതുകൊണ്ടാണ് സംസാരിക്കാനൊക്കെ വയ്യാത്തത്. രാജസ്ഥാൻ്റെ അവസാനത്തെ ജില്ലയായ ഗംഗാനഗറിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അവിടെയൊക്കെ കോട്ടൻ്റെ കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഇതിനടുത്ത് 2-3 കനാലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയെല്ലാം കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഇത് കൃഷി തുടങ്ങാനുള്ള സ്ഥലങ്ങളാണ്. മരുഭൂമി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയിലൂടെയാണ് എനിക്ക് യാത്ര ചെയ്യേണ്ടത്. ഇനി ഒരു 422 കിലോമീറ്ററാണ് എനിക്ക് പോകാനുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ വലിയ വലിയ വീടുകൾ. അപ്പോൾ ഇതെല്ലാം കൃഷിഭൂമിയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതെല്ലാം കൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോഴത്തെ നമ്മൾ പെട്ട് കേട്ടോ. മരുഭൂമിയിലെ പൊടിക്കാറ്റാണ് ഈ കാണുന്നത്. നോക്കിയേ, അവസ്ഥ ഉണ്ടോ? ഒന്നും കാണത്തില്ല, വിസിബിലിറ്റി ഒട്ടുമില്ല. അപ്പോൾ ഈ റോഡിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇതുണ്ടോ, വിസിബിലിറ്റി എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അയ്യോ, പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ ഞാനൊരു 2 കിലോമീറ്ററായിട്ട് ഈ പൊടിയിലൂടെ തള്ളിക്കൊണ്ട് വരുമോ. അതിനിടയ്ക്ക് ഈ വണ്ടിക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഏച്ചും വെച്ചില്ലാത്ത പാച്ചിലാണ് ഈ സിംഗിൾ റോഡ് വഴി. ഒരു മൈൻഡും ഇല്ല. ഒരു വണ്ടി വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ പൊടിക്കാറ്റിനിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ വണ്ടിക്കാറ്റ് വന്നത്. ആ വായും ഈ വായും. അപ്പം ഞാൻ അവരോട് ഇച്ചിരി വെള്ളം ചോദിച്ചു. അവരുടെയിലും വെള്ളം തീർന്നിരിക്കുക കേട്ടോ. ഇതുകൊണ്ട് ഉള്ള വെള്ളം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ തണുത്ത വെള്ളം ചൂടായിപ്പോയി, അതുകൊണ്ട് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കിൾ पर बस आएगा. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.